അല്ല ദാസ, ഈ അറിഞ്ഞില്ലേ നമ്മളെ ഗഫൂർ ഇപ്പൊ ഇവിടുത്തെ തിരിഞ്ഞളിയൊക്കെ നിർത്തി ഗൾഫിൽ പോയി. അതൊരു 5-6 മാസായില്ലേ. ഇപ്പൊ നല്ല നിലയിലാന്നാ കേട്ട്. അടുത്ത വരവിന് ഓളെയും കുട്ടികളെയും കൂടി കൊണ്ടുവന്നാ പറഞ്ഞത്. എന്ത് വലിയ നിലയിലായിട്ട് എന്താ കാര്യം? ആ ഗഫൂറിന്റെ വീട്ടിൽ ഇപ്പോഴും ഒരു ഫോൺ വരെ ഇല്ല. പറഞ്ഞത് നേരാ. ഫോണില്ലാത്ത ആരാ ഇപ്പൊ ഈ നാട്ടിലുള്ളത്? ഓളോട് 2 കൊച്ചു വർത്താനം പറയാൻ ഇപ്പോഴും ഈ ചായപ്പീടിയിലെ ഫോണിൽ തന്നെ വിളിക്കണം. ഗഫൂർക്കാന്റെ ഭാര്യ ആളൊരു ശരിയില്ലാന്നും കേട്ടുകേഴ്വുണ്ട്. അതുകൊണ്ടാണ് വീട്ടില് ഫോണ് വെക്കാത്തത്. ആര്? നമ്മള് ഗഫൂറിന്റെ ഓളോ? അതൊക്കെ വെറുതെ പറയാൻ. ഹലോ, അടുത്ത വീട്ടില് സൂറാവിനൊന്ന് കിട്ടുവോ? അങ്ങനെ ചിലരൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമുക്ക് വേണ്ടാളിനോ പറയുന്നോ? ഇത് നമ്മള് ദുബായിന്ന് ഗഫൂറാണ്. കൊടുക്കടാ ഫോണ് സൂറാവിക്ക്. സൂറത്താ ഗഫൂർഖാന്റെ ഫോണ് ദുബായിന്ന്. നമ്മളിതാ വന്ന്. ഹലോ, എന്റെ മുത്തേ, എനക്ക് സുഖം തന്നെയല്ലേ? നിങ്ങളില്ലാണ്ട് ഞമ്മക്ക് എന്ത് സുഖമെന്ന്. അല്ല, നിങ്ങൾ എപ്പോഴാ ഞമ്മളെ കൊണ്ടുപോകാൻ വരണേ? അത് പറയാനല്ല ഞമ്മള് വിളിച്ചത്. ഈ വരുന്ന തിങ്കളാഴ്ച പുലർച്ചക്ക് ഞമ്മളെത്തും ഇൻഷാ അല്ലാ. അൽഹംദുലില്ലാഹ് റബ്ബേ, എന്റെ ദുആ കേട്ട്. വരുമ്പോ 2 കുപ്പി കൊണ്ടുവരണേ. കുപ്പിയോ? അപ്പൊ ഈ കുടിയും തുടങ്ങിയോ? ആ കുപ്പി അല്ലാന്ന്, സ്പ്രേ, മണല്ല ഈ അടിക്കണ സാധനം. ഓ, സ്പ്രേ ഞമ്മള് മേടിച്ചില്ലേ? അത് ഞമ്മളേറ്റത്. ആയിക്കോട്ടെ. തിങ്കളാഴ്ച പൊലച്ചൊക്കെ തന്നെ ഞമ്മൾ എയർപോർട്ടിൽ ഉണ്ടാവും. അത് പറയാനാ വിളിച്ചത്. ഈ എന്റെ ആങ്ങളമാരെയും കൂട്ടി കോഴിക്കോട് എയർപോർട്ടിലേക്ക് പോയിക്കലാണ്ടി. പിന്നെ സുക്കൂറിനോടും അവന്റെ ചങ്ങായിമാരോടും നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകാൻ പറയും. പിന്നെ എന്റെ സ്നേഹിതൻ ദാസല്ലേ, ഓനോട് തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് വിട്ടോളാൻ പറയും. അല്ല മനുഷ്യങ്ങൾ ഒരൊറ്റ ആളല്ലേ വരണേ? അത് സാധാരണ കോഴിക്കോട് വിമാനത്താവളത്തിലല്ല നിങ്ങൾ ഇറങ്ങാറ്. പിന്നെ ഇതിലിപ്പോ എല്ലായിടത്തേക്ക് ആളയക്കണേ. എന്റെ സൂറാവി, ഈ പേപ്പറൊന്നും വായിക്കാറില്ലേ? നമ്മൾ എയർ ഇന്ത്യന്റെ വിമാനത്തിലാണ് വരുന്നത്. അതെവിടാണ് ഇറങ്ങാന്ന് പരച്ചോനും കൂടി അറിയാൻ പറ്റൂല. അതുകൊണ്ട് ഒരു മുൻകരുതലായിട്ട് പറഞ്ഞാണിത്. എയർ ഇന്ത്യയിലെ പൈലറ്റുമാരുടെ സ്വഭാവം എങ്ങനെയാണെങ്കിൽ നമ്മള് തൊള്ളേ തോന്നിയ വല്ലതും പറഞ്ഞു. അപ്പോ ഈ ഒരു വക്കീലിനെയും കൂടി കൂട്ടിക്കോ, നമ്മളെ ജാമ്യത്തിൽ ഇറക്കാൻ.